പ്രിയൻ, ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഈയിടെയായിട്ട് വെളിവുകെട്ട പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് പല കാര്യങ്ങളിലും. കുംഭമേളയടക്കം മുമ്പ് പറഞ്ഞ് ആകെ ഇത് ട്രോളായി മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം തടയാമായിരുന്നു ഇന്റലിജൻസ് കൃത്യമായി റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ. എങ്ങനെ കാണാം ഇത്തരം പ്രസ്താവന? അതായത് ഇത് വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രസ്താവനയാണ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ രാജ്യത്തുണ്ടായ ഒരു ഭീകരാക്രമണമാണ്. ആ ഭീകരാക്രമണത്തിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്, ഇത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ, നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇത്രയും മരണം 26 പേർ കൊല്ലപ്പെടില്ലായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരുടെ കാലത്താണ് പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായത്. പാർലമെന്റ് അറ്റാക്ക് ഉണ്ടായതിൽ കൊല്ലപ്പെട്ട ആൾക്കാർ അവസാനം കൊണ്ടുവന്ന് അവർക്ക് കിട്ടിയ ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾക്ക് കിട്ടിയ ഈ സർക്കാരിൻ്റെ ചക്രങ്ങളുണ്ടല്ലോ, വീരചക്ര, ഈ അശോക് ചക്ര അടക്കമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് സർക്കാരിന്. കാരണം ഈ പ്രതികളെ തൂക്കിക്കൊല്ലുന്നില്ല. അവസാനം ഈ പ്രണവ് കുമാർ മുഖർജി പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ പറയുന്ന യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലുന്നത്. അത്രയ്ക്ക് യാക്കൂബ് മേമനെയും ഈ പറയുന്ന പല ഭീകരരെ അന്ന് തൂക്കിക്കൊല്ലുന്ന അങ്ങനെ ഇല്ലെങ്കിൽ ഇവര് വെച്ചോണ്ടിരിക്കുക, ഇവർക്ക് കൊല്ലാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള വലിയ ആക്രമണങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവര് ഒരു വകയും പ്രതികരിക്കാതിരുന്നത്. 175 പേരാണ് ഈ പറയുന്ന മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്ത് ചെയ്തു ഇവരുടെ അന്ന് വീഴ്ച ഉണ്ടായില്ലേ? എത്ര പടപടാന്ന് ഈ പൊട്ടാസ് നമ്മൾ തോക്കിൽ വെച്ച് പൊട്ടിക്കും പോലെ അല്ലായിരുന്നോ ഇന്ത്യക്കകത്ത് അവിടെ ഇവിടെ എല്ലായിടത്തും, ഈ മക്ക മസ്ജിദിന്റെ അവിടെ, ഈ പറയുന്ന ഹൈദരാബാദില് ഒക്കെ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അന്ന് ഇവർക്ക് ഇന്റലിജൻസിന്റെ ഒരു കാര്യം അറിഞ്ഞുണ്ടായിരുന്നു. ഒരു വകയും കഴിഞ്ഞില്ല, ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. എത്ര പട്ടാളക്കാരത്ത് പറയുമായിരുന്നു, നിങ്ങൾ ഫയർ ചെയ്യരുത്, നോ ഫസ്റ്റ് ഫയർ, അവർ ഫയർ ചെയ്താലേ തിരിച്ചു ഫയർ ചെയ്യാവൂ, പെർമിഷൻ കൊടുക്കൂലായിരുന്നു ഫയർ ചെയ്യാനായിട്ട്. വേണ്ട. ഇപ്പൊ ഇന്ത്യ മറുപടി കൊടുക്കുന്നില്ല. ഇന്ത്യ ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ മറുപടി പറയാനോ ഇല്ലെങ്കിൽ ഭീകരാക്രമണത്തെ ചെറുക്കാനോ ഉള്ള ശേഷിയില്ലായിരുന്നു. ഇവരുടെ കാലഘട്ടം മൊത്തം ഇതല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ പറയുന്ന എത്ര പട്ടാളക്കാരെയാണ് ഇവർ യുദ്ധത്തിൽ ബലിയാടാക്കിയത്. 1962 വാർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ കുറുവടിയും 303 തോക്കും പറഞ്ഞു വിടുകയല്ലായിരുന്നു ചെയ്തത്. ഈ പറയുന്ന അങ്ങനെ കുന്തവും വാളവും ഒക്കെ കൊടുത്തിട്ട് പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു ചൈനയോട്. അവന്മാരെ വെടിവെച്ച് കൊന്നു പട്ടാളക്കാരെ മുഴുവൻ. അതിനെ പറ്റിയിട്ട് ബ്രിഗേഡിയർ JP ദൽവിയുടെ പുസ്തകമുണ്ട്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിനകത്ത് നെഹ്റു കാണിച്ച മണ്ടത്തരങ്ങളുടെ നീണ്ട നിരയുണ്ട്. അതിനകത്ത് ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്നുണ്ട്, നെഹ്റു, നിങ്ങളുടെ പട്ടാളത്തിന് ആയുധം കൊടുക്കണം, നിങ്ങളുടെ പട്ടാളത്തിനെ നവീകരിക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺ വേണം. 2ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച തോക്കാണ് SLR എന്ന് പറയുന്നത്, സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്ന് പറയും. അതായത് നമുക്ക് ട്രിഗർ ചെയ്താൽ മതി, ഫയർ ആകും. അന്ന് അതിന് മുമ്പ് അപ്പം നമ്മൾ ഫയർ ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിരുന്ന 303 അതായത് നമ്മൾ ഈ പറയുന്ന ബോൾട്ട് ആക്ഷൻ സാധനമാണ്. ബോൾട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഓരോ തവണയും ബുള്ളറ്റ് ഇട്ട്, ഇല്ലെങ്കിൽ ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് ഓരോ തവണയും ബോൾട്ട് ചെയ്ത് ഫയർ ചെയ്യേണ്ടി വരുന്ന ഗണ്ണാണ്. അങ്ങനത്തെ ഗൺ ഉപയോഗിച്ച് നമ്മൾ ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്തു. അപ്പോൾ ചൈനയുടെ SLR സമാനമായ തോക്കുകളൊന്നും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവർ തിരിച്ച് പ്രതിരോധിച്ചു. ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് അനാവശ്യമായിട്ടൊരു നയം സ്വീകരിച്ചു, ഫോർവേഡ് പോളിസി. ഈ മണ്ടത്തരങ്ങൾ കൊണ്ടാണ് 1962 വാറിൽ നമ്മൾ പരാജയപ്പെട്ടത്. നമ്മളുടെ സൈനികർക്ക് വലിയ നാശനഷ്ടമുണ്ടായത്, നിരവധി പേർ മരിച്ചത്. ഈ പറയുന്ന നമുക്ക് വാർ മെമ്മോറിയലുകൾ മാത്രമേ നിർമ്മിക്കാൻ, അതിൽ പട്ടാളക്കാരുടെ പേര് എഴുതി വയ്ക്കാനുള്ള സംഭാവന മാത്രമാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ, ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ ഒരു കഷ്ണം തന്നെ പാകിസ്ഥാൻ കൊണ്ടുപോകാൻ കാരണം തന്നെ ഈ കോൺഗ്രസ് സർക്കാരല്ലേ? അതെ, നെഹ്റുവിന്റെ തെറ്റായ നയമാണ് LOC എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത്. ഇല്ലെങ്കിൽ നമ്മുടെ മാപ്പിലുള്ള മുഴുവൻ ഭൂപ്രദേശങ്ങളും നമ്മുടെ കയ്യിൽ ഇരിക്കില്ലായിരുന്നു. അത് കൃത്യമായിട്ടുള്ള നയം സ്വീകരിക്കാതെ ഈ ബയലായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിൽക്കേണ്ട കാര്യങ്ങളെ കൊണ്ടുപോയി UN ഇട്ടതാരാ? ഈ പറയുന്ന അക്സായി ചിൻ മേഖല ചൈനയുടെ കയ്യിലായത് എങ്ങനെയാ? ചൈന പിടിച്ചു വെച്ചേക്കല്ലേ? ചൈന ഓക്കുപ്പൈഡ് കാശ്മീർ മേഖലയായിട്ട് അതിരിക്കുക. ആ മേഖലകൾ നമ്മുടേതാണ്. അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ല, അതിനുള്ള ശേഷി പോലും ഇല്ലാത്ത ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറിയിട്ട് ഇവർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഭീകരാക്രമണങ്ങൾ നിരന്തരം ഉണ്ടായപ്പോൾ വാ പൊത്തി ഇരുന്നവരാണ്. ഒബാമ എന്ന് പറഞ്ഞു പോയി കരയാണ്.
എന്നിട്ട് പത്രസമ്മേളനം നടത്തി. എവിടെ പത്രസമ്മേളനം നടത്തി? ഈ പറയുന്ന ഇവിടെ ബോംബെയിൽ വന്നിട്ട്, മുംബൈയിൽ ആക്രമണം കഴിഞ്ഞപ്പോഴത്തേക്കും മൻമോഹൻ സിംഗ് വന്നിട്ട് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ എന്താണ്? ഈ പറയുന്നത് എനിക്ക് വലിയ ദുഃഖമുണ്ട്, ഞാൻ സോണിയാഗാന്ധിയും ഞാനും ഈ ദുഃഖം അറിയിക്കുകയാണ് ജനങ്ങൾ. അതെ അതെ, അന്ന് ആദ്യമായിട്ട് വാ തുറന്നാകുന്നത്. ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖത്തെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞു? അടിച്ചു, ഞങ്ങൾ തിരിച്ചടിക്കും, കൃത്യമായി തിരിച്ചടി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ ആ സൈനിക ഇത് കൊടുത്ത അതിന് നേതൃത്വം നൽകിയ 2 ഓഫീസർമാർ, വനിതകളായ ഓഫീസർമാർ വന്നാണ് അത് വ്യോമിക സിംഗിനെയും ഇത് പറയുന്ന സോണിയ ഖുറേഷി, അവരെ 2 പേരെയും വെച്ചിട്ടാണ് ഈ പറയുന്ന സ്ത്രീകളെ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ. പിണറായി വിജയൻ ഒരു 3 ദിവസം ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ശൈലജ ടീച്ചർ ഒന്ന് സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോ കസേര വലിച്ചെടുത്തിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞ ആളാ പിണറായി വിജയൻ. അതാണ് മോദി ചെയ്തതിന്റെ ഒരു വ്യത്യാസം. ആ ഓഫീസേഴ്സിനെ കൊണ്ട് അത് പറയുകയുണ്ടായി. അത് മാത്രമല്ല, അവരിപ്പം ചെയ്തത് ശശി തരൂരിനെ പോലെ ഒരു വളരെ പ്രഗത്ഭനായ ഒരാളെ അതിന്റെ നേതൃത്വം കൊടുക്കുന്നു. ഇതൊന്നും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാജ്യത്തെ കാണാനുള്ള കേപ്പബിലിറ്റിയാണ്. കോൺഗ്രസിന് ഈ കേപ്പബിലിറ്റി ഇല്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖാർഗെ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ എങ്ങനെ മൻമോഹൻ സിംഗ് ഇരുന്നോ അതേ അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ്. കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിലുള്ള 3 പേരെന്ന് പറഞ്ഞാൽ അലിഗേഷൻസ് നടന്ന 3 പേര്. അതെ, അതിൽ ശശി തരൂരില്ല. അത് ശശി തരൂരിനെ പോലുള്ള മികച്ച കോൺഗ്രസ്സുകാരെ സച്ചിൻ പൈലറ്റിന്റെ അവസ്ഥയാണ്. സച്ചിൻ പൈലറ്റിനെ പോലെ ഇത്രയ്ക്ക് ശേഷിയുള്ള ഈ പറയുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ എന്തുകൊണ്ടാണ് BJP-യിലേക്ക് വന്നത്? തീർച്ചയായിട്ടും നല്ല നേതാക്കൾ ഇങ്ങോട്ട് പോരും, BJP-യിലേക്ക് പോരും. അതിന്റെ കാരണം ഇതാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് അടുക്കളക്കാരനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവിടെ അതെ, അല്ലെങ്കിൽ മീൻകറി വെച്ചുകൊണ്ട് പോലുള്ള ശേഷി വേണം. അതെ, അങ്ങനെ ശേഷിയുള്ളവർ എന്ത് ചെയ്യുന്ന അറിയാമോ? കോൺഗ്രസിനെ മുതലാക്കിയതിന് ശേഷം പിന്നെ മറ്റു പാർട്ടിയിലേക്ക് അവരെ മുതലാക്കാൻ നോക്കും. അങ്ങനെയുള്ളവരാണ് കോൺഗ്രസ് വളർത്താറുള്ള. കാരണം ഒരു വിഷലിപ്തമായ സംവിധാനത്തിൽ നിന്ന് വിഷലിപ്തമായ ആൾക്കാർ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. മല്ലികാർജുൻ ഖാർഗെ ചെയ്തിരിക്കുന്നത് ഈ 26 പേരോടുള്ള നന്ദിയില്ലായ്മ, അവരുടെ ജീവിതാകത്തോടുള്ള നിഷേധാത്മക സമീപനമാണ് എടുത്തിരിക്കുന്നത്. അവരുടെ ജീവത്യാഗം ചെയ്തത് അവര് 26 പേര് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവിടെ മരിച്ചതാ. പാകിസ്ഥാനികളെ കൊന്നതാണ്, ഭീകരരെ കൊന്നതാണ്. അവരോട്, അവരുടെ കുടുംബത്തോട് ഈ പറയുന്ന അവർ അവിടെ ഉണ്ടായിരുന്നതിൽ 3-4 പേര്, ഈ കൊല്ലപ്പെട്ട 26 പേര് 4-5 പേരോ സൈനികരാ. അവര് ജീവിതത്തിൽ ചെയ്ത സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം വിശ്രമ ജീവിതത്തിൽ കാശ്മീർ സന്ദർശിക്കാൻ പോയതാണ് ഇടപ്പള്ളിയിലെ രാമേന്ദ്രൻ നായർ. അദ്ദേഹം ചെയ്ത സേവനത്തിനെ മുഖവിലക്കെടുത്തില്ല. അത് മാത്രമല്ല, ഈ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസമായ അദ്ദേഹം വ്യോമസേന കൊലപ്പെടുത്തി. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ തന്നെ അതിന് കൃത്യമായ കുറിക്കുകൊള്ളുന്ന മറുപടി നൽകുകയും അതിനുശേഷം വനിതാ ഓഫീസേഴ്സിനെ ഉപയോഗിച്ചത് വിശദീകരിക്കുകയും ചെയ്തതിലൂടെ രാജ്യത്തിന്റെ ആ ഒരു കരുത്ത്, ഒപ്പം തന്നെ അതിന്റെ ഒരു അന്തസ് കാത്തു സൂക്ഷിച്ചു. അതോടൊപ്പം തന്നെ ശശി തരൂരിനെ പോലെ പ്രഗത്ഭരായ ആളുകളുടെ ഒരു സംഘമാണ് ഇനി വിദേശ രാജ്യങ്ങളിലടക്കം പോയി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അവർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട്, ബ്രിട്ടാസ് അടക്കം പോകുന്നുണ്ട്. അത്തരത്തിലുള്ള കഴിവുള്ള നേതാക്കൾ, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം. അത് പുള്ളിയുടെ ഒരു ശൈലിയിൽ പറയുമ്പോൾ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു ഡെലിഗേഷൻ അയക്കുമ്പോൾ CPM ആ ഒരു ബുദ്ധിയുണ്ട്. CPM അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെ ഒരു ഡെലിഗേഷൻ പോകട്ടെ, അത് നല്ലതാണ്. ബ്രിട്ടാസ് പോണം, അവിടെ ചെന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിന് ഉപയോഗപ്പെടുക. CPM ഇനിയൊരു അബദ്ധം നടത്തില്ല എന്നാണ് പണ്ട് ജ്യോതി ബസുവിന് പ്രധാനമന്ത്രിയാവാനുള്ള സാഹചര്യം ഉണ്ടായത്. അന്ന് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇനി CPM ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ കൃത്യമായ നിലപാടെടുക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞു, കോൺഗ്രസിനത് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ തമ്മിലടിയായില്ലേ? പവാർ പറഞ്ഞു, ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു, അടിയന്തരമായിട്ട് പാർലമെന്റ് യോഗം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ പവാർ പറഞ്ഞു ഇത് പറ്റില്ല, അങ്ങനെയല്ല, രാജ്യത്തിനൊപ്പം നിൽക്കണം അവിടെ. കാരണം NCPയുടെ നേതാവായി ഇരിക്കുന്ന പവാറിന് കൃത്യമായി കാര്യമറിയാം, കൃത്യമായ നിലപാടെടുക്കാൻ അറിയാം. രാഹുൽ ഗാന്ധിക്ക് ആ പക്വത ഇനിയും വന്നിട്ടില്ല. മല്ലികാർജുന ഖാർഗെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഉപദേശം സ്വീകരിച്ച് സോണിയാഗാന്ധി പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് താളം തുള്ളിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് രണ്ടാം മൻമോഹൻ സിംഗ് ആണ് ഈ പറയുന്ന മല്ലികാർജുന ഖാർഗെ. ആ ഖാർഗെയുടെ നിലപാട് രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ മല്ലികാർജുന ഖാർഗെയും കോൺഗ്രസും മാപ്പ് പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.